ओम शांति। तो आज एक बहुत अच्छा विषय पर चर्चा करेंगे। हम अपने स्वोन्नति के लिए कौन सा पुरुषार्थ करें। ഒരു വിശേഷ സബ്ജക്റ്റിനെ പറ്റി ബ്രദർ സംസാരിക്കും, എങ്ങനെ സ്വോന്നതി ഉണ്ടാക്കിയെടുക്കാം. क्योंकि वर्तमान समय जितना हम स्वोन्नति का ख्याल रखेंगे, स्वोन्नति करते रहेंगे, उतना बाप समान बनेंगे, कर्मातीत बनेंगे. ഈ വർത്തമാന സമയം എങ്ങനെ സ്വോന്നതിയുടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ബാപ്പ് സമാനായി തീരാം. तो कर्मातीत बनने के लिए हमें कुछ बातों की धारणा करने की जरूरत है, क्योंकि 18 जनवरी चल रही, तो ब्रह्मा बाप समान बनना है. तो ब्रह्मा बाप समान हम कर्मातीत बनते जाए, उसके हमें क्या पुरुषार्थ करना है. ബാപ്പ് സമാനാകണം, കർമാതീതമാകണം. 18 ജനുവരി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, വ്യക്തമാസമാണല്ലോ. ബ്രഹ്മബാബയ്ക്ക് സമാനമാകുന്നതിന് ബ്രഹ്മബാബ എന്തൊക്കെയാണ് ചെയ്തത് കേൾക്കാം. अगर हमें ब्रह्मा बाप समान बनना है, कर्मातीत बनना है, उसके लिए सबसे पहले हमें आत्मा का पाठ पक्का करने की जरूरत है. കർമാതീതമാക്കുന്നതിന് ബാപ്പ് സമാനാകുന്നതിന് ആദ്യമായി നമ്മൾ ആത്മാവാണെന്ന് ആത്മാവിന്റെ പാഠം പക്കാക്കണം. आज के मुरली में भी बाबा ने कहा कि बच्चे सदा मैं आत्मा हूँ, ये सामने वाली आत्मा है, ये आत्मा है, ये आत्मा का पाठ पक्का करो. ഇന്നത്തെ മുരളിയിലും ബാബ പറയുന്നുണ്ട്, ആത്മാവിന്റെ പാഠം പക്കാക്കും. ഞാൻ ആത്മാവാണ്, എൻ്റെ മുന്നിൽ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, അവരും ആത്മാവാണ്. क्योंकि आत्मा का पाठ पक्का करने से हमें किसी के दोष दिखाई नहीं पड़ेंगे, किसी के अवगुण दिखाई नहीं पड़ेंगे, और इससे हमारे संकल्प विकल्प नहीं चलेंगे. ആത്മാവിനെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആരുടെ ദോഷം നമ്മുടെ ദൃഷ്ടിയിൽപ്പെടില്ല, അവരുടെ അവഗുണവും നമ്മുടെ ദൃഷ്ടിയിൽപ്പെടില്ല. जितना हम आत्मा के स्वरूप में रहेंगे, जैसे जिस घर में लाइट लगी रहती है, लाइट रहती है, तो वहाँ कोई भूत नहीं रहते. इसी तरह जब हमारे आत्मिक स्थिति है, तब हमारे शरीर में विकारों के भूत नहीं रहेंगे. ഏതുപോലെ വീട്ടിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഇരുട്ടില്ല, പിന്നെ ഭൂതങ്ങൾ വരില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആത്മീയ ലൈറ്റ് പ്രകാശിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും അവഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. और जितना हमारा आत्मा का पाठ पक्का होगा, हमारे वाणी में बल आएगा, दृष्टि में बल आएगा, जिसे हम कर्मातीत बनते जाएंगे. ആത്മബോധം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാക്കിൽ ബലം വരും, ദൃഷ്ടിയിൽ ബലം വരും. और आत्मा के अभ्यास से हम हल्के रहेंगे, लाइट माइट रहेंगे. ആത്മാവിന്റെ അഭ്യാസത്തിലൂടെ നമ്മൾ ഭാരക്കുറവുള്ളവരായിട്ട് മാറും, ലൈറ്റ് മൈറ്റ് ആയി. आत्मा के अभ्यास से ही हम सारा दिन जो भी कुछ देखते हैं, सुनते हैं, तो उन बातों का प्रभाव नहीं पड़ेगा. देखते हुए न देखने की अवस्था, सुनते हुए न सुनने की अवस्था रहेगी. അവൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പകല് കാണുന്നോ കേൾക്കുന്നോ അതിന്റെ ഒന്നും പ്രഭാവത്തിൽ വരില്ല. आत्मा के अभ्यास से हम कर्मेंद्रिय जीत बन सकते हैं, सभी इंद्रिय हमारे वश में रहेगी. ആത്മാ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കർമ്മേന്ദ്രിയ ജീത്ത് ആയിത്തീരും. അതുപോലെ ആത്മാവ് നമുക്ക് കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് കൺട്രോളിൽ വരുത്താൻ സാധിക്കും. आत्मा के अभ्यास से हमारे से कोई भूले नहीं होगी. ആത്മാവിന്റെ അഭ്യാസത്തിലൂടെ നമ്മളിൽ നിന്ന് തെറ്റുകളൊന്നും വരില്ല. जितना आत्मा के स्वरूप में रहेंगे, हमें अति इंद्रिय सुख मिलेगा. ആത്മാവിന്റെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ഉണ്ടാകും. आत्मा के अभ्यास से हमारे अंदर वैल्यूज, दैवी गुण और दैवी शक्ति आएगी. ആത്മാവിന്റെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ദൈവിക ഗുണങ്ങൾ, വാല്യൂസ്, ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. इसलिए आत्माभिमानी की कमी, देहभान के कारण आज हमारे जीवन में समस्या और प्रॉब्लम है. ദേഹാഭിമാനം കാരണമാണ് ആത്മീയ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ആത്മബോധം വരാത്തത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമുണ്ടാക്കുകയാണ് ദേഹബോധം. जैसे बाबा ज्ञान का सागर, शक्ति का सागर, आनंद का सागर, क्षमा का सागर, ये बाबा की जो महिमा है, इस महिमा को हम भी महिमा का स्वरूप बनने के लिए आत्मा का पाठ पक्का चाहिए. ആത്മാവിന്റെ പാഠം പക്കാക്കുകയാണെങ്കിൽ ബാബയുടെ ഗുണങ്ങൾ എന്തൊക്കെ പറയുന്നത്, ശാന്തി സാഗരം, ആനന്ദ സാഗരം, സുഖസാഗരം, അതുപോലെ ബാബയെ പോലെ ആയിത്തീരാൻ സാധിക്കും. जब हम ये अभ्यास करेंगे, हम बाबा के समान बन सकेंगे. ബാബയ്ക്ക് സമാനമായി തീരാൻ സാധിക്കും നമ്മൾ ഈ അഭ്യാസം ചെയ്യാണെങ്കിൽ ആത്മബോധത്തിന്റെ. मान अपमान, निंदा, स्तुति, सर्दी गर्मी, इससे भी हम परे रहेंगे.
ആത്മബോധത്തെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാനം അപമാനം ജയം പരാജയം നിന്ദാസ്തുതി ഇതിനൊക്കെ ഉപരിയായി തീരാൻ സാധിക്കും. इसलिए ये आत्म अभिमानी हर मुरली में बाबा कहते बच्चे आत्मा समझो, आत्म अभिमानी बनो. कोई भी मुरली उठाओ बाबा इस लेसन को जरूर याद करते. അങ്ങനെ ഒരു മുരളിയില്ല. ബാബ എന്നും പറയും ആത്മാഭിമാനിയായോ ആത്മാഭിമാനിയാകും കുട്ടികളെ. तो कर्मातीत बनने का आधार है आत्म अभिमानी स्थिति. बाप समान बनने का आधार है आत्म अभिमानी स्थिति. ആത്മാഭിമാനി സ്ഥിതി കർമാതീത സ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാക്ടീസ് വളരെ ആവശ്യം. दूसरी बात है अगर हमें कर्मातीत बनना है, बाप समान बनना है, स्वयं की उन्नति करनी है, उसके लिए योग के ऊपर अटेंशन देने की जरूरत है. കർമാതീത സ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി യോഗത്തിന്റെ മേൽ വളരെ ശ്രദ്ധ കൊടുക്കണം. क्योंकि जितना हम योग लगाते हैं उतना बाबा के अंदर की पावर हमारे अंदर आती है. അപ്പൊ ഈ ആത്മാഭിമാനി സ്ഥിതിയിൽ ഇരുന്നാല് എത്രമാത്രം യോഗം ചെയ്യുന്നു അത്രയും ബാബയുടെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരും. जितना हम योग लगाते हैं हमारे मन का भटकना बंद होता है, बुद्धि का भटकना बंद हो जाता है. അപ്പൊ ഈ യോഗം ചെയ്യുന്നതനുസരിച്ച് ആത്മാവിന്റെ ബുദ്ധിയുടെ അലച്ചിൽ ഇല്ലാതെയാകും. जितना हम योग लगाते हैं उतना हमारी आत्मिक स्थिति बनती. എത്രമാത്രം യോഗം ചെയ്യുന്നു അത്രയും ആത്മീയ സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കും. जैसे हम मोबाइल को चार्जिंग करने के लिए क्या करते हैं, प्लग के पास लाकर रखते हैं. जितना मोबाइल को प्लग के पास लाकर रखेंगे उतनी बैटरी फुल रहेगी उसकी. അതുപോലെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുമ്പം ഇത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ ഈ യോഗം ചെയ്യുമ്പോൾ നമ്മളിലും നിറഞ്ഞുകൊണ്ടേയിരിക്കും ശക്തി. क्योंकि जन्म जन्मांतर में हमने पाठ बजाते बजाते इस बैटरी को यूज किया, इसीलिए सभी की बैटरी डिस्चार्ज हो गई और इसीलिए देहभान आया. इस बैटरी को फिर से चार्ज करने के लिए हमें योग की ही आवश्यकता है. सिवाय योग से हमारी बैटरी चार्ज नहीं होगी. ജന്മാന്തരം നമ്മൾ പാട്ട് അഭിനയിച്ച് ആത്മാവ് വീക്കായിരിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ യോഗം ചെയ്തു കഴിഞ്ഞാൽ ഈ ബാറ്ററി നിറയ്ക്കുള്ളൂ എന്ന് പറയും. और जब हमारी आत्मा की बैटरी चार्ज है तब जाकर के हमारे गुण और शक्ति आएगी. इसलिए अगर कर्मातीत बनना है, बाप समान बनना है, निराकारी स्वरूप में टिकना है, आत्म अभिमानी बनना है, इसलिए योग का अभ्यास जरूरी है. നിരാകാരിയാകണമെങ്കിൽ ആത്മാഭിമാനിയാകണമെങ്കിൽ യോഗത്തിന്റെ അഭ്യാസം വളരെ അത്യാവശ്യമാണ്. इसलिए बाबा हर मुरली में भी कहते बच्चे मुझे याद करो, हाँ मुझे याद करो. അതുകൊണ്ടാണ് ബാബ എന്നും പറയുന്നത് കുട്ടികളെ എന്നെ ഓർമ്മിക്കൂ എന്നെ ഓർമ്മിക്കൂ. बाबा को याद करने से बाबा का श्रीमत याद आएगा. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ബാബയുടെ ശ്രീമത്തിന്റെ ഓർമ്മ വരും. बाबा को याद करने से हमें घर याद आएगा. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വീടിന്റെ ഓർമ്മ വരും. बाबा को याद करने से हमें ये युग बदला, अब यहाँ से जाना है, वो याद आएगा. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ഈ യുഗം മാറിയിരിക്കുകയാണ്, തിരിച്ചു വീട്ടിലേക്ക് പോകണം എന്നുള്ള ഓർമ്മ വരും. बाबा को याद करने से हम नष्ट मोहा बनेंगे, देही अभिमानी बनेंगे. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നഷ്ടോ മോഹ ആകും, ദേഹി അഭിമാനിയാകും. इसलिए हमें याद की यात्रा से ही हम कर्मातीत बन सकेंगे. അതുകൊണ്ട് ഓർമ്മയുടെ അഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് കർമാതീതമാക്കാൻ സാധിക്കുകയുള്ളൂ. क्योंकि लय योग के द्वारा हमें अतीन्द्र सुख मिलता है और जब बाबा के द्वारा सुख मिलता है, इसीलिए इस संसार का सुख, विकारों का सुख, ये दुनिया में फीकी लगेगी. അതുകൊണ്ട് നമ്മൾ ബാബയ്ക്ക് സമാനം കർമാതീതമാകണമെങ്കിൽ ബാബയായിട്ട് യോഗം ചെയ്യണം. അപ്പൊ നമ്മുടെ ലോകത്തിന്റെ ആ സുഖമൊക്കെ ഒരു രസമില്ലാതെ നമുക്ക് തോന്നും. इसलिए अगर हम सौन्नति करना चाहते, बाप समान बनना चाहते, योग के ऊपर अटेंशन देने की जरूरत है. അതുകൊണ്ട് ബാബ് സമാൻ ആകണമെങ്കിൽ സൗന്ദര്യം ഉണ്ടാക്കണമെങ്കിൽ യോഗം വളരെ അത്യാവശ്യമാണ്. तो कल आप लोगों को होमवर्क कर दिया था 6:30 बजे आने के लिए. मैंने देखा तो मैं जब 6:45 बजे 6:40 पे कमरे से बाहर आया तो एक ही आत्मा बैठी थी. അപ്പൊ ബാബ ഇന്നലെ ബ്രദർ പറഞ്ഞില്ല 6:30 വരണമെന്ന്. 6:30 വന്ന് 6:30 6:45 ആയി വന്ന് നോക്കിയപ്പോഴും ഒരൊറ്റ ആത്മാവ് മാത്രമേ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നുള്ളൂ. तो आप ये भी कर सकते हैं, अगर आपको लेट आते 7 बजे तो 7 से 7:30 योग रखा और उसके बाद फिर मुरली सुनना, ऐसा करो फिर. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി 6:30 വരാൻ പറ്റത്തില്ല, 7 മുതൽ 7:30 വരെ യോഗം ചെയ്യൂ, എന്നിട്ട് പിന്നെ മുരളി കേൾക്കുമെന്ന് പറയുന്നു. क्योंकि योग नहीं करेंगे परिवर्तन नहीं होने वाला है. യോഗം ചെയ്തില്ലെങ്കിൽ പരിവർത്തനം ഉണ്ടാകുകയില്ല. परिवर्तन नहीं तो ऐसे कितने संगम युग बीत जाएंगे. आज ब्रह्मा बाबा कर्मातीत बने, कैसे बने? बाबा 2 बजे उठते थे, 2 बजे उठ करके
हम तपस्या करते थे और उसी से कर्मातीत, योग से ही कर्मातीत बने। യോഗത്തിലൂടെ മാത്രമേ കർമാതീതമാകാൻ സാധിക്കുള്ളൂ. ബ്രഹ്മബാബ 2 മണിക്ക് എഴുന്നേക്കുമായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. യോഗം ചെയ്താണ് കർമാതീതമായത്. हमने तो आंखों से देखा, दादियां भी, जैसे प्रकाश मणि दादी के पास मुझे रात को 8:30 बजे भोजन का मेनू लेने के लिए, कल क्या बनने वाला पूछने के लिए जाना पड़ता था। तो 10 साल तक मैं दादी के पास जाता रहा। 10 വർഷം ദാദിയുടെ കൂടെ സേവനം ചെയ്തതാണ്. അപ്പൊ രാത്രി 8:30 മണിക്ക് ചെല്ലുമായിരുന്നു. നാളെ എന്താണ് ഭോജനം ഉണ്ടാക്കുന്നത് മെനു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാദിയുടെ അടുത്ത് ചെല്ലുമായിരുന്നു. जैसे जैसे मुरलियां चलती थी बाबा की, दादी का विचार सागर मंथन चलता था। बाबा ने ड्रिल बताया कि 1-1 घंटे के बाद योग करो, ड्रिल करो। तो दादी चिंतन करते कैसे करना चाहिए। इसके लिए एक भाई को बोला, साउंड वालों को, तुम कुछ प्रबंध करो, हर घंटे में सब लोग खड़े होकर के बाबा को याद करें। ऐसा करके दादी ने फिर ये वो ट्रैफिक कंट्रोल बना हुआ है, तो ऐसे करके दादी चिंतन करती थी उसका। ദാദിക്ക് ഇങ്ങനെ വിചാരസാഗര മഥനം ചെയ്യുന്ന പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാദി പറഞ്ഞിട്ടാണ് ഇപ്പൊ ഓരോ മണിക്കൂറും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യോഗം ചെയ്യുന്നതിന്റെ പ്രാക്ടീസ് വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. इतना बड़ा कारोबार होते हुए भी दादी उपराम होती गई, बाबा को याद करती रही और याद से ही दादी कर्मातीत बनी। ദാദിക്ക് ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടും ദാദി ഇങ്ങനെ യോഗം ചെയ്യുമായിരുന്നു. ആ യോഗം ചെയ്തതിലൂടെയാണ് ദാദി ഇപ്പോൾ ക്രമാതീതമായത്. लास्ट में तो 2 महीना दादी ने आंखें बंद कर दी। അവസാനത്തെ 2 മാസം ഇങ്ങനെ കണ്ണടച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. सभी को देखते भी अंदर से वो तपस्या करना शुरू कर दिया। ആരെ കണ്ടു കഴിഞ്ഞാലും ദാദി ആ തപസ്സിന്റെ അവസ്ഥയിലായിരുന്നു. हम जब जाते थे रात को 8:30 बजे, तो मोहिनी बहन वगैरह मुन्नी बहन बैठी रहती थी, कहते दादी देखो ये कौन आया। हाँ मैं जानती हूँ, भंडारे वाला आया। दादी आंखें बंद करके भी पहचानती। ദാദി കണ്ണടച്ചാൽ അവസാനത്തെ നാളുകൾ ഇരുന്നു. അപ്പൊ മോഹിനിമേൻ മുന്നിമേനൊക്കെ അടുത്തിരിക്കുമ്പോഴത്തേക്ക് ചോദിക്കും, ആരാ വന്നിരിക്കുന്നത് നോക്കൂ ദാദി എന്ന് പറയും. ആ എനിക്കറിയാം, ഭണ്ഡാരയുള്ള ആളാണ് വന്നിരിക്കുന്നത്, ഭണ്ഡാരവാല ആയാന്ന് അറിയുന്നു. तो ये याद से ही कर्मातीत बनना संभव है। ഓർമ്മയിലൂടെ മാത്രമേ കർമാതീതമാകാൻ സാധിക്കുള്ളൂ. तीसरी बात है, अगर हमें बाप समान बनना है, कर्मातीत बनना है, रोज अपने कर्मेंद्रियों का दरबार लगाने की जरूरत है। കർമാതീതമാകണമെങ്കിൽ ദിവസവും ഈ കർമ്മേന്ദ്രിയങ്ങളുടെ ദർബാർ. तीसरी पॉइंट है, पहली बात है आत्माभिमानी स्थिति, दूसरी बात है योग के अभ्यास। പോയിന്റ്സ് എഴുതിയിടുന്നു കേട്ടോ. അത് മൂന്നാമത്തത് ഇപ്പൊ പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളുടെ ദർബാർ വെക്കാൻ പറയാനല്ല, കച്ചേരി വെക്കാൻ എന്ന് ബാബ പറയത്തില്ലേ, ഓരോ 5 ഇന്ദ്രിയങ്ങളെയും വിളിച്ചിരുത്തിട്ട് ചോദിക്കണം. ഇതാണ് കച്ചേരി. रोज हमें अपने इंद्रियों का दरबार, क्योंकि आज हम सुनते हैं, यहाँ ज्ञान सुनते हैं, लेकिन सारा दिन इंद्रिया अपना अपना कारोबार करते रहते, इंद्रिया आपको चलाते हैं, इसलिए हमारे से भूले होती है। അപ്പൊ ഇന്ദ്രിയങ്ങളെ പറ്റി പറയാണ്, ദിവസവും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് ശരിയായി. ഇന്ദ്രിയങ്ങൾ അങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഇന്ദ്രിയങ്ങൾ അതിന്റെ പാട്ടിനങ്ങ് പോകും. അതുകൊണ്ട് ദിവസവും ഇന്ദ്രിയങ്ങളെ വിളിച്ചിരുത്തി അതിനോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. കണ്ണേ നീ ചീത്ത കണ്ടോ? ब्रह्मा बाबा ने कर्मातीत बनने के लिए बाबा ने क्या किया, रोज अपने कर्मेंद्रिय की कचेरी लगाई, दरबार लगाया और उसमें एक एक इंद्रियों से बातें करते थे। हे कान तुमने आज क्या सुना, हे मन तुम कहाँ का भटका, हे बुद्धि तुम कहाँ का गई। इसी तरह बाबा एक एक इंद्रियों से बातें करते थे और रात के समय फिर बातें करते थे, उनको सजा भी देते थे। കർമ്മേന്ദ്രിയങ്ങളുടെ കൺട്രോളിങ് അതിന് വേണ്ടിയിട്ട് ഡെയിലി ദർബാർ വിളിച്ചു കൂട്ടണം. ബ്രഹ്മബാബ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ബ്രഹ്മബാബ കർമാതീതമായത്. അത് മനസ്സിൽ നീ എന്തെങ്കിലും ചെയ്തോ, ബുദ്ധി നീ നീ കണ്ടത്, അങ്ങനെയൊക്കെ മനസ്സ് ബുദ്ധിയോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് വൈകുന്നേരവും ഇരുന്ന് ഇവരെ ഇരുത്തിയിട്ട് ടെസ്റ്റ് ചെയ്യുമായിരുന്നു, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. लेकिन आज हमारा इसके तरफ ध्यान ही नहीं है। हम क्या करते, फलाना ये ऐसा करता है, ये ऐसा करता है, उसके दूसरों को देखने में लगे रहते, और जो दूसरों को देखता है स्वयं का परिवर्तन कर ही नहीं सकता। നമുക്കിപ്പോ ആ പ്രാക്ടീസേ ഇല്ല എന്ന് പറയണം. ആ പ്രാക്ടീസേ ഇല്ല. നമ്മള് ഇന്നാൾ ഇന്നത് പറഞ്ഞു, ഇന്നാൾ ഇന്നത് പറഞ്ഞു എന്ന് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കർമാതീതമൊന്നും ആകാൻ പോകുന്നില്ല. बाबा कहते चैरिटी बिगेन्स एट होम, आप अपने घर को सुधारो। ബാബ പറയാനുള്ള ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ആദ്യം വീടിനെ നന്നാക്കാൻ പറയുന്നു. होम मतलब लौकिक होम की बात नहीं है, शरीर आत्मा का होम है। क्या इस होम में रहने वाले, घर में रहने वाले सब ज्ञान में चलते हैं? വീടിനെ നന്നാക്കാൻ പറഞ്ഞ നാട്ടിലെ വീട്ടിനെ പോയിട്ട് നന്നാക്കാനല്ല പറഞ്ഞത്. ഞാൻ ആത്മാവിന്റെ ശരീരം എന്ന് പറഞ്ഞ വീടുണ്ട്. ഈ ശരീരത്തെ ആത്മാവിനെ കർമ്മേന്ദ്രിയങ്ങളെ നന്നാക്കാനാണ് പറഞ്ഞത്.
हर इंद्रिया श्रीमत के आधार से चलती है, इसको हम चेकिंग करते हैं, क्योंकि हमारे जो भूले होते हैं, भूले कोई आत्मा नहीं करती, भूले करते इंद्रिया। और ആത്മാവല്ല अब भोगना किसको पड़ता है? आत्मा को भोगना पड़ता है। ആത്മാവല്ല ഇന്ദ്രിയങ്ങളാണ് തെറ്റുകളൊക്കെ ചെയ്യുന്നത്. ഈ ഇന്ദ്രിയങ്ങൾ തെറ്റ് ചെയ്തിട്ട് പിന്നെ അതിനാണ് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആത്മാവിനാണ് അവസാനം അനുഭവിക്കേണ്ടി വരുന്നത്. ഇന്ദ്രിയങ്ങൾ തെറ്റ് ചെയ്യുന്നു, ആത്മാവിനെ അനുഭവിക്കേണ്ടി വരുന്നു. इसलिए एक एक इंद्रियों से बातें करो। सारे गीता का सार है, ये अर्जुन तुम अपने घोड़े के लगाम अपने हाथ में रखो। അതുകൊണ്ട് ഓരോ ഇന്ദ്രിയത്തെയും ചെക്ക് ചെയ്യൂ, കൺട്രോൾ ചെയ്യൂ. അതുകൊണ്ടാണ് ഗീതയിൽ കാണിച്ചിരിക്കുന്ന 5 കുതിരകളെ ഇട്ടിട്ട് അർജുനോട് പറയുന്നുണ്ട്, അല്ലോ അർജുന, നീ ആ കുതിരകളുടെ കടിഞ്ഞാണ് പിടിക്കാൻ പറയുന്നു. नौका पानी के ऊपर से जाएगी, पार कराएगी, नौका के अंदर पानी आएगा तो डुबा देगी। അപ്പൊ ഈ വഞ്ചി എന്ന് പറയുന്നത് വഞ്ചിക്കകത്തിരുന്നിട്ട് നമുക്ക് അക്കരെ കിടക്കാനുണ്ട്. വഞ്ചിക്കകത്ത് വെള്ളം കയറിയാലോ മുങ്ങിപ്പോവും. जो इंद्रियों को चलाता है वो जीवन में पार हो जाता है, सक्सेस हो जाता है, लेकिन जिसको इंद्रिय ही चलाते हैं वो डूब जाता है, असफल बन जाता है। ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കരെ കിടക്കാൻ സാധിക്കും. പക്ഷെ നമ്മളെ ഇന്ദ്രിയങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുങ്ങിപ്പോകും. कहते हैं अंधा पीस रहा और कुत्ता बैठ करके उसको खा रहा है। अंधा पीस रहे हैं वो चक्की, और कुत्ता बैठ करके उसको खा रहा है, जमा कुछ भी नहीं होगा। കണ്ണുപൊട്ടിരുന്നിട്ട് ഇത് അരച്ചരച്ചരച്ചോണ്ടിരിക്കുകയാണ്, നായ വന്നിട്ട് അത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടാകുമോ ബാക്കി? इसी तरह हम योग लगा रहे, अमृत वाला कर रहे, सब कुछ कर रहे हैं, लेकिन सारा दिन हमारी इंद्रिया क्या करे? गलत देख करके, गलत सुन करके, गलत बोल करके गवा रहे, जमा कुछ भी नहीं। इसलिए स्वराज्य अधिकारी से ही हमारी शक्तियां, हमारी बल, हमारी ऊर्जा बच जाएगी, और इससे हम कर्मातीत, कर्मेंद्रजीत बन सकते हैं, स्वयं की उन्नति कर सकते हैं। അതുകൊണ്ട് ദിവസം അമൃതവേള ചെയ്യുന്നുണ്ട്, യോഗം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയാണ്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പല എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതെല്ലാം നഷ്ടപ്പെടുത്താതെ സ്വരാജ്യാധികാരിയായിട്ട് തന്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ശേഖരിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ. जो संगम में स्वराज्य अधिकारी बनता है वही भविष्य में राजा बन सकता है। ഇപ്പോൾ സ്വരാജ്യാധികാരിയാകുന്നവർക്ക് മാത്രമേ നാളെ ഭാവിയില് രാജാവാകാൻ സാധിക്കുള്ളൂ. जिन्होंने अपने इंद्रियों को वश नहीं किया वो भविष्य का राजा नहीं बनेगा। ഈ സമയത്ത് ഇന്ദ്രിയങ്ങളെ വശത്തിലാക്കിയില്ലെങ്കിൽ ഭാവിയില് രാജാവാകാൻ സാധിക്കില്ല. हमारी सारी जीवन की समस्याओं का कारण है इंद्रियों की अधीनता। മുഴുവൻ പ്രശ്നങ്ങളുടെയും കാര്യം ഇതാണ്, ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടു പോകുന്നു. इसीलिए रोज उसका दरबार लगा दो, सवेरे के दरबार लगा दो, एक एक इंद्रियों से बातें करो। एकांत, तुम मेरे इस राज्य के शान हो, तुम ना होते ईश्वरी महावाक्य कैसे सुनता, लेकिन कभी कभी व्यर्थ भी सुनते हो, सुनेगा मैं सजा दूंगा। അതുകൊണ്ട് ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇനി ഇന്ദ്രിയങ്ങളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറയാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ശിക്ഷിക്കേണ്ട കാര്യം കൂടിയുണ്ട്. കണ്ണിനോട് ശിക്ഷിക്കണം, ഇന്ന് ഞാൻ വേറെ ഒന്നും കാണില്ല, കണ്ണ് ചിലപ്പം മോശമായിട്ടുള്ള കണ്ടെന്നിരിക്കും. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളെയും നമ്മൾ ചെക്ക് ചെയ്യണം, തെറ്റുകൾ ചെയ്യിക്കാൻ പാടില്ല. मुख से बातें करो, हे मुख तुम में मेरे इस राज्य के शान हो, तुम ना होते मैं ईश्वरी मावों के दूसरों को कैसे सुनाता, लेकिन तुम कभी परिचिंतन करते हो, करेगा मैं तुमको सजा दूंगा। ആദ്യം അതിനോട് പ്രശംസിച്ച് പറഞ്ഞു, വായ അല്ലെങ്കിൽ കണ്ണെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനെ. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പറയണം, അപ്പൊ ഈ കണ്ണ് മോശമായിട്ട് നീ പോവുകയാണെങ്കിൽ എന്റെ ഗതി എന്താകുമെന്ന് കണ്ണിനോടും നാക്കിനോടും ഒക്കെ പറയണം. आंखों से बात करो, हे आंखें मुझे 84 जन्म में बहुत आंखें मिली, लेकिन तुम्हारे जैसे भाग्यशाली नहीं मिली। तुम्हारे द्वारा मैंने सत्यम शिवम सुंदरों को माउंट आबू में देखा हुआ है, उसको देखने में तुम्हारा पेट नहीं भरा, तो व्यर्थ बातें क्यों देखते हो, देखेगा तो उनको सजा दूंगा। കണ്ണിനോട് പറയണം, 84 ജന്മങ്ങൾ എനിക്ക് കണ്ണുകളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നിന്നെപ്പോലെ ഒരു നല്ല കണ്ണിനെ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. അപ്പം അവിടെ മൗണ്ട് ആബുവിൽ പോകുമ്പോഴും ഞാൻ സത്യം ശിവം സുന്ദരത്തെ കാണുന്നത് നിന്നിലൂടെയാണ് എല്ലാം. അതുകൊണ്ട് നീ നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ കണ്ണിനെ വ്യർത്ഥമാക്കി ആവശ്യമില്ലാത്ത കാണിക്കാൻ പാടില്ല. पाँव के साथ बातें करो, हे पाँव तुम में मेरे इस राज्य के शान हो, अगर तुम ना होते मैं सेवा करने के लिए कैसे जाता। सेवा की हाथ ने आदि दुआ तुमको मिलते हैं, मुख ने भाषण किया तो भी उसकी दुआ आपको ही मिलती है, क्योंकि पाँव क्या करता है, सब घुटने के ऊपर पूरा शरीर को लेके आता है। लेकिन कभी कभी तुम पर चिंतन करने के लिए लेके जाते, लेके जाएगा मैं सजा दूंगा। കാലിനോട് സംസാരിക്കും, കാലെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടണമെങ്കിലോ എന്ത് വേണമെങ്കിലും നേടുന്നത് നീ ഇല്ലെങ്കിൽ പറ്റില്ല. കാരണം ഈ 2 മുട്ടിനും താഴെ പാദമുണ്ട്. ഈ പാദം
നല്ലപോലെ കർമ്മം ചെയ്താലേ നമുക്ക് അതിന്റെ ഫലം കിട്ടത്തുള്ളൂ. മോശമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അതിന്റെ ഫലം കിട്ടില്ലല്ലോ. കാല് വേണ്ടേ എവിടെയെങ്കിലും സമ്മാനമെങ്കിലും വാങ്ങിക്കാൻ പോകാനായിട്ട്? അതുകൊണ്ട് കാലിനെ പ്രകീർത്തിച്ച് സംസാരിക്കും. നീ മോശമായിട്ടേക്കൊന്നും പോകാൻ പാടില്ല. आगे चलो, मन के पास हे मन, तुम भी मेरे इस राज्य के शान हो, तुम ना होता मैं ईश्वरी मावक्य का चिंतन मंथन कैसे करता। लेकिन कभी कभी तुम व्यर्थों का भी चिंतन करते हो, अगर करेगा मैं तुमको सजा दूंगा। മനസ്സിനോട് സംസാരിക്കും. മനസ്സെ, നിന്നെ പോലെ എനിക്ക് വേറെ ഒന്നും, എത്ര ഭാഗ്യമാണ് നിന്നെ പോലെ നല്ല മനസ്സിനെ കിട്ടിയേക്കുന്നത്. പക്ഷെ നീ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ എന്റെ പേരും പ്രശസ്തിയും ഒക്കെ ഇല്ലാതെയാകുമല്ലോ എന്ന് പറയണം. आगे चलो, बुद्धि के पास है बुद्धि, हाँ तुम भी मेरे इस राज्य के शान हो, मैंने सभी इंद्रियों से चुन करके तुमको मंत्री बनाया। कौन सा मंत्री? हाँ, केंद्रीय मंत्री है, होम मिनिस्टर है, लेकिन मैंने तुमको तो मंत्री बनाया। लेकिन तुम कहीं गलत निर्णय करते हो, अपने मनमर्जी का निर्णय करते हो। क्या यही में तुम्हें आज तुम्हारे जो भी कुछ गलत काम हुआ, इन सब का कारण तुमने गलत निर्णय लिया। इसलिए हे बुद्धि, अगर तुम गलत निर्णय करेगा मैं तुमको सजा दूंगा। ബുദ്ധിയോട് സംസാരിക്കും. ബുദ്ധി, നീ എത്രയാണ്, എന്റെ അഭിമാനമാണ് നീ എന്ന് പറയണം. പക്ഷെ ഈ ബുദ്ധി തന്നെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആകെ പേരും പ്രശസ്തിയും ഒക്കെ മോശമാകും. അതുകൊണ്ട് ബുദ്ധിയോട് പറയും, നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും. ഓരോ ഇന്ദ്രിയങ്ങളോടും പറയണം, നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും. तो ऐसे हमें रोज इंद्रियों का दरबार, ये हो गया सवेरे की बात है। शाम को फिर पूछो, रात को सोने से पहले कान को पूछो, कान तुम्हारा चार्ट कैसा रहा। हाँ, तो सवेरे तुमने मुरली सुनी थी, लेकिन 12-1 बजे को एक माता जी आई थी, परचिंतन सुनाया था, इसलिए तुमको सजा मतलब कैंची लेकर के काट करके नहीं फेंको, दोबारा मुरली सुनाओ। അപ്പൊ പറയാണ്, ഇനി ചെവിയോട് പറയൂ, നീ എന്തൊക്കെയാണ് ഇന്ന് ചെയ്തത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടേ ഇരിക്കണം, എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ തെറ്റ് ചെയ്യുകയാണെങ്കിൽ രാവിലെ നല്ല മുരളിയൊക്കെ കേട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചെവി എന്തെങ്കിലും മോശമായിട്ട് ഉച്ചയ്ക്ക് ഒരു മാതാജി ഇങ്ങോട്ട് വന്നോ, മാതാജി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും പരചിന്തനം വ്യർത്ഥ ചിന്തനം ഒക്കെ സംസാരിച്ചു, അപ്പൊ അതിന് ശിക്ഷ കൊടുക്കണമെന്ന് പറയണം. എങ്ങനെ ശിക്ഷ കൊടുക്കണം? അതിനെ കത്രിക എടുത്ത് മുറിച്ചു കളയാനല്ല പറയേണ്ടത്. ശിക്ഷ കൊടുക്കുന്നത് വീണ്ടും ഒന്നുകൂടെ മുരളി കേൾക്കും. फिर मुख को पूछो, तुमने क्या क्या कान ने दरवाजा खोला, तुमने तो चुप रहना चाहिए था। तुमने भी बोला हाँ वो बहन जी ऐसी करते, उस भाई ने ऐसा किया, इसीलिए तुम्हारा कल के दिन कारोबार बंद रहेगा, मौन है तुम्हारी सजा। അപ്പൊ അതുകൊണ്ട് പറയണത്, വായോട് സംസാരിക്കും. വായ, നീ ചെവി എന്തെങ്കിലും കേട്ടെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ? നീയും പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങി, ആ മാതാജി അങ്ങനെ ചെയ്തു, അല്ലേ ഇവരിങ്ങനെ ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഈ നാളെ തൊട്ട് അതിന് ഞാൻ നിനക്ക് ശിക്ഷ തരും. അപ്പൊ ശിക്ഷ നാളെ മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ ശിക്ഷ കൊടുക്കാൻ പറയാം. ये है पुरुषार्थ, ये पुरुषार्थ बाबा ने किया, और इसी पुरुषार्थ से बाबा कर्मातीत बने। क्योंकि हमारी थोड़ा सा योग करते हैं, थोड़ा ज्ञान करते हैं, दान पुण्य करते हैं, लेकिन इंद्रिया क्या करते हैं, हमारी सारी शक्तियां खत्म होती हैं। जब योग में बैठते हैं आंखें बंद हो जाते हैं, कोई मोबाइल में गलत चीजें देखते हैं तो उस समय बंद नहीं होती। പറയണ അങ്ങനെയാണ് ബ്രഹ്മബാബ കർമാതീതമായത്. അതുപോലെ നമ്മൾ ഓരോ കാര്യം രാവിലെ യോഗം ചെയ്യുന്നുണ്ട്, ക്ലാസ് കേൾക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ സമ്പാദിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് നമുക്ക് പിന്നെ ക്ലാസ് കേൾക്കുമ്പം അല്ലെ മുരളി കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നത്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ മൊബൈൽ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും കാണുമ്പോൾ ആരുടെയും കണ്ണടയുന്നില്ലല്ലോ. इसलिए ये कोई महाराज जी के सत्संग नहीं है, देवता बनने के लिए ये सूक्ष्म पुरुषार्थ है, अपने हर इंद्रियों पर शासन करने का पुरुषार्थ। ഈ പുരുഷാർത്ഥം അത്ര സാധാരണ ഒന്നും അല്ല, നമ്മൾ രാജാവാകുന്നതിനുള്ളതാണ്. ഓരോ ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതിന്റെ മേൽ ശാസനം, അതിന്റെ മേൽ ഭരിക്കേണ്ട ഇതാണ്. അപ്പൊ ഈ സമയത്ത് അങ്ങനെ ആയാലേ ഭാവിയിലെ വിശ്വരാജ്യ അധികാരം. चौथी बात है, पहली बताई कर्मातीत बनना है, सौन्नति करनी है, आत्मा का पाठ पक्का करना है। दूसरा बताया योग के ऊपर ध्यान देना है। तीसरा बताया स्वराज्याधिकारी बनना है। चौथी बात है, अगर मुझे कर्मातीत बनना है, बाप समान बनना है, पर चिंतन पर दर्शन की बातों से बच करके रहना है। ആദ്യത്തെ ഓരോ പോയിന്റ്സും പറയുന്നുണ്ട്. സൗന്നതി ഉണ്ടാക്കുന്നതിന് വേണ്ടി 4 പോയിന്റ്സ് പറയുകയാണ്. ഇനിയിപ്പോ പരചിന്തൻ പരദർശനം നമ്മൾ ഇല്ലാതെയാക്കണം. कभी कभी हम क्या करते हैं, परचिंतन करते, किसी के दोष देखते हैं, दोष देखने से बाबा प्यार नहीं करेगा, बाबा से योग लगा नहीं सकेंगे। അപ്പം പരചിന്തനം ചെയ്യുകയാണെങ്കിൽ ബാബയ്ക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല, ബാബയുമായിട്ട് യോഗം ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് പരചിന്തനം ബാബയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. अब किसी के घर में जाओ, उनके बच्चे भी बैठे, बाप भी बैठा है, बच्चों की बुराई करेंगे, ये बच्चा तो नालायक है, ठीक नहीं है, ऐसा है वैसा है, और बाप को कहेंगे बहुत अच्छे है, कितने अच्छे। बाप कहेंगे तुम पहले यहाँ से भाग जाओ, क्योंकि हर मम्मी पापा को अपने बच्चे प्यारे होते हैं, बच्चे कैसे भी हो।
അപ്പൊ എങ്ങനെയാണ് ഒരു വീട്ടിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ കുട്ടി അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്, ഈ കുട്ടിയെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഈ കുട്ടി ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും അച്ഛന് ഇഷ്ടപ്പെടുവോ? അപ്പൊ പറയും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും, നിങ്ങൾ എന്താ എന്റെ കുട്ടിയെ കുറ്റം പറ. അതുപോലെ ഈ അച്ഛനും ഇഷ്ടമില്ല നമ്മൾ ആരെയെങ്കിലും പറ്റി കുറ്റവും കുറവും പറയുകയാണെങ്കിൽ. इसी तरह सारा दिन हम कहते हैं वो बहन ऐसे है, वो भाई ऐसे है, वो ऐसा है, और शाम को योग में बैठेंगे, मीठे बाबा, प्यारे बाबा, शांति के सागर, दया के सागर, बाबा कहेंगे मैं भूल गया, मुझे याद दिला रहे, पहले तुम यहाँ से भाग जाओ, तुमने मेरे बच्चों की ग्लानि की। अगर किसी की भी ग्लानि निंदा करेंगे, बाबा आपसे प्यार ही नहीं करेगा। इसीलिए अगर मुझे कर्मातीत बनना है, बाप समान बनना है, झगमुई नहीं करना है, पर चिंतन नहीं करना है। എനിക്ക് കർമാതീതമാകണമെങ്കിൽ ബാപ്പ പറയാണ്, രാവിലെ തൊട്ടേ അവരുടെ കുറ്റം പറഞ്ഞ് ഇവരുടെ കുറ്റം പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മീറ്റേ ബാബ, പ്യാരേ ബാബ എന്നൊക്കെ പറയണം. ബാബ കേൾക്കില്ല. ബാബ അപ്പോ ഓർമ്മിപ്പിക്കും, നിങ്ങൾ രാവിലെ അവരുടെ കുറ്റം പറഞ്ഞില്ല, അതെന്റെ കുട്ടിയാണ്, എന്റെ കുട്ടിയെ പറ്റി കുറ്റം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് കർമാതീതമാകണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പരിചിന്തനം പരദർശനം ഒക്കെ ഇല്ലാതെയാക്കണം. क्योंकि परिचिंतन करने से हमारी शक्तियां लॉस हो जाते हैं, हमारे पर बोझ चढ़ता है, तो बोझ वाला कैसे कर्मातीत बनेगा? इसलिए अपनी शक्तियों को बचाने के लिए क्या करना है? इस परिचिंतन के लीकेज को बंद करना है। അതുകൊണ്ട് പരചിന്തനം പരദർശനം ഇല്ലാതെയാക്കി കഴിഞ്ഞാലേ നമുക്ക് കർമാതീതമാകത്തുള്ളൂ, അല്ലെങ്കിൽ ഭാരമുണ്ടാകുമെന്ന് പറയാണ്. പരചിന്തനം പരദർശനം നമുക്ക് ഭാരമുണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതില്ലാതെയാക്കിയാലേ നമുക്ക് ഉയർന്ന് പറക്കാൻ പറ്റുള്ളൂ. कई कहते हैं हम तो करते नहीं, लेकिन कोई आकर के सुनाता है तो क्या करें? क्यों सुनाता? हम सिर हिलाते, अच्छा और क्या हुआ? सिर हिलाएंगे तो सुनाने वाले को इंटरेस्ट रहेगा। इसलिए कोई भी परिचिंतन सुनाता है, सिर को पकड़ कर रखो, हाँ भी नहीं करो ना भी नहीं करो। അതുകൊണ്ട് പറയണ, ആരെങ്കിലും നമ്മൾ പറയോ അവര് വന്ന് കേൾപ്പിച്ചിട്ടില്ലേ, എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവര് കേൾപ്പിച്ചിട്ടല്ലേ. അപ്പൊ കേൾപ്പിക്കുന്ന കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയാ, ആ ശരി, ഇനി എന്നിട്ട് എന്ത് പറ്റി നമ്മള് ഇത് കൊടുക്കുകയാണ് അവരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട്. അത് അവര് പറയുന്ന സമയത്ത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ മുഖം കണ്ട അറിയണം ഇവർക്ക് താല്പര്യമില്ല. और कि जिसका परिचिंतन करेगा उसके लिए फिर मन में नफरत आएगी, घृणा आएगी, आपस में दूरियां पैदा होगी। तो परिचिंतन करने वाला स्वचिंतन नहीं कर सकता। പരിചിന്തനം ചെയ്യുന്നവർക്ക് സ്വചിന്തനം ചെയ്യാൻ പറ്റില്ല. കാരണം പരിചിന്തനം ചെയ്യുന്ന ആൾക്ക് അവരെ പറ്റിയുള്ള കുറവുകളൊക്കെ വരുമ്പോൾ നമുക്ക് അവരോട് വെറുപ്പുണ്ടാകുന്ന ആളിന് പിന്നെ സ്വചിന്തനം ചെയ്യാൻ പറ്റില്ല. परिचिंतन करने वालों के दिमाग में ज्ञान की पॉइंट्स बैठेगी नहीं, क्योंकि जैसे सरस्वती किसके ऊपर बैठते हैं? हंस के ऊपर। हंस अर्थात अंदर बाहर स्वच्छ। अगर अंदर कुछ बाहर कुछ है तो ज्ञान की पॉइंट्स अच्छी पॉइंट दिमाग में नहीं बैठेगी। और जिसके दिमाग में ज्ञान ही नहीं आए उसको खुशी नहीं होगी, उसका टाइम वेस्ट हो जाता है। इसलिए परचिंतन से बचना। പരചിന്തനത്തിൽ രക്ഷപ്പെടുന്നതിന് കാരണം പറയാണ്, ബുദ്ധിയിൽ ഇരിക്കില്ല, ജ്ഞാനം ഇരിക്കില്ല, പിന്നെ ബാബയുടെ ഓർമ്മയിരിക്കില്ല പരചിന്തനം ചെയ്യുന്നവർക്ക്. ഏതുപോലെ സരസ്വതി ദേവിയെ കാണിച്ചിട്ടുണ്ട്, ഹംസത്തിന്റെ പുറത്താണ് കാണിച്ചിരിക്കുന്നത്. ഹംസം ഉള്ളിലും പുറത്തും ഒക്കെ ശുദ്ധമാണ്, സത്യമാണ്. അതുകൊണ്ട് നമ്മളും അതേപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ അല്ലാതെ പരചിന്തനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല, ബുദ്ധിയിലെ ബാബയുടെ ഓർമ്മ ഉണ്ടാവില്ല. परिचिंतन करने वालों के बुद्धि का ताला बंद हो जाता है। आज हमें परम धाम दिखता है, बाबा दिखता है, क्यों? बुद्धि का ताला बाबा ने खोला हुआ है। लेकिन जो परिचिंतन करेगा, परदर्शन करेगा, उसका ताला बंद हो जाएगा, परम धाम दिखना, परमात्मा दिखना बंद हो जाएगा। और फिर जो जिसका बुद्धि का ताला ही बंद हो गया, योग लगना सारा सब कुछ बंद हो गया। इसलिए मुश्किल से बाबा ने ताला खोला हुआ है। ये सबका ताला नहीं खोलता बाबा, लेकिन जिन्होंने भक्ति की, पुण्य किया, इसीलिए ताला खुल गया। इसीलिए परचिंतन से बचना। जैसे दुनिया में कोई फैक्ट्री से धुआं निकलेगा तो गवर्नमेंट क्या करता है? उसको बंद करता है, फैक्ट्री को, पॉल्यूशन करेगा। इसलिए परिचिंतन करने से वायुमंडल खराब हो जाता है। इसे बचना, तब कर्मातीत बनेंगे, बाप समान बनेंगे। പരചിന്തനം ചെയ്യുന്നവരുടെ വായുമണ്ഡലമേ ഇല്ലാതെയാക്കും. പരചിന്തനം ചെയ്യുന്നവരുടെ ബുദ്ധിയുടെ പൂട്ട് പൂട്ടിപ്പെടുമെന്ന് പറയാണ്. ബാബ ഒരു തരത്തിലാണ് നമ്മുടെയൊക്കെ ബുദ്ധിയുടെ പൂട്ട് തുറന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പരചിന്തനം ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ ഒരു ഫാക്ടറിയിലെ പുകയൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഫാക്ടറിയൊക്കെ FACT ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ കൂടുതലായിട്ട്, അതിന്റെ കാര്യമല്ല പറഞ്ഞ, ചിലയിടത്തൊക്കെ ഇങ്ങനെ കൂടുതൽ പുകയൊക്കെ വരികയാണെങ്കിൽ അതിന് ആ കമ്പനിയെ പൂട്ടാൻ പറയും. പിന്നെ അവിടെ വായുമണ്ഡലം മോശമാക്കും. അതുപോലെ നമ്മുടെ പരചിന്തനം വായുമണ്ഡലത്തിനെ മോശമാക്കുന്നു. അത് നമുക്ക് ഉയരാൻ നമ്മളെ സഹായിക്കില്ല. ബാബയ്ക്ക് സമാനം കർമാതീതമാക്കി തീരാൻ സമ്മതിക്കില്ല. जिसको बाबा कहते हैं बच्चे, संग दोष से बचे रहो। संग दोष मतलब कोई नॉन बीके की बात नहीं, कोई बीके भी, कोई सेंटर की, कोई बहनों की, कोई मधुवन की, इधर उधर की बातें सुनाता है,
हाँ, वो है संग दोष, क्योंकि ये बातें सुनने से उनके प्रति नफरत आएगी, घृणा आएगी, उससे दूरियां पैदा होगी। इसलिए संग दोष से बचना, पर चिंतन से बचना। ബാബ പറയുന്നുണ്ട് മോശമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട എന്ന് പറയുന്നു. കൂട്ടുകെട്ട് നോൺ ബീക്കേഴ്സിനെ പറ്റി അല്ല ബാബ പറയുന്നത്, പുറത്തുള്ള ആൾക്കാരെ പറ്റിയല്ല, അങ്ങനെ ചിന്തിക്കണ്ട. ഇവിടുന്ന് തന്നെ ഒരാള് വേറൊരു സെന്ററിൽ പോയി അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അവിടെ ചെന്നിട്ട് വെറുപ്പുണ്ടാക്കി, വിദ്വേഷം ഉണ്ടാക്കി, അങ്ങനെയുള്ളവർ, അത് ബാബയ്ക്ക് ഇഷ്ടമില്ല. അതും മോശമായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ്. അത് നമ്മളെ കർമാതീതമാകാൻ സമ്മതിക്കില്ല. पांचवी धारणा है, अगर मुझे कर्मातीत बनना है, बाप समान बनना है, स्वयं की उन्नति करनी है, बाबा जो भी हमें श्रीमत देता है, मर्यादा देता है, उसके ऊपर ही चलना है, न मनमत, न परमत, न जनमत। ഇനി കർമാതീതമാകണമെങ്കിൽ അഞ്ചാമത്തെ കാര്യം പറയാണ്, നമ്മൾ ബാബ എന്ത് ശ്രീമത്താണോ തന്നിരിക്കുന്നത് ആ ശ്രീമത്ത് അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഉള്ളിൽ വരെ മന്മത്ത് വരാൻ പാടില്ല. സ്വന്തം ഇഷ്ടം മന്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമത്ത് വരാൻ പാടില്ല. ജന്മത്ത് അവരിവരൊക്കെ പറയുന്ന പോലത്തെ ആ അഭിപ്രായങ്ങളൊന്നും കേൾക്കേണ്ട. ബാബയുടെ ഒരു ശ്രീമത്ത് മാത്രം, ആ ശ്രീമത്തെ നമ്മളെ ഉയർത്തുകയുള്ള ക്രമാതീതമാക്കി. श्रीमत अर्थात मुरली का हर सेंटेंस हमारे लिए श्रीमत है, और उसको जितना फॉलो करेंगे आप लाइट माइट बनते रहेंगे, हल्के बनते जाएंगे, कर्मातीत बनते जाएंगे। ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ ബാബയുടെ ഓരോ സെന്റൻസും ശ്രീമത്താണെന്ന് പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാകുകയുള്ളൂ, നമ്മൾ ശക്തിശാലിയാകുകയുള്ളൂ, उयर्ച്ച ഉണ്ടാകും. लेकिन कभी कभी हम श्रीमत को फॉलो करने के लिए असमर्थ बनते हैं, क्यों लोग लाज आते हैं, या फिर लोग आपको चिढ़ाएंगे। कभी लोक लाज आने के कारण हम श्रीमत को छोड़ देते हैं। ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് മറ്റുള്ള അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അപ്പൊ ശ്രീമത്ത് ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം ഇതാണ്, അവർ പറയും, എന്ത് പറയും, ഇവര് പറയണം. അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയരാൻ സാധിക്കില്ല, ക്രമാതീതമാകാൻ സാധിക്കും. लोग तो दुनिया में ऐसे हैं, घोड़े पर बैठने में नहीं देंगे, पैदल चलने में नहीं देंगे। आप यहाँ आएंगे तो भी बोलेंगे, अरे क्या ओम शांति में जाते हैं, बाहर का खाना नहीं खाते, ये कोई लाइफ है क्या? अरे खाओ पियो, किसने तुमको भड़काया? दुनिया में विनाश होने वाला है, ये होने वाला है, ये तो होता रहता है। यहाँ आएंगे तो भी बोलेंगे। അപ്പൊ ഈ പറയാണ്, ലോകത്തിലുള്ളവർ അങ്ങനെ തന്നെയാണ്, എല്ലാരെയും കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വന്നാലും നിങ്ങളെ കുറ്റം പറയും, നിങ്ങൾ വന്നില്ലേലും കുറ്റം പറയും. എന്താ രാവിലെ പോകുന്നത്, എന്ത് രാവിലെ എഴുന്നേറ്റ് പോവുകയാണ്, പോയില്ലേ പറയുന്ന അടുത്ത് പോയില്ലേ എന്ന് പറയണം. അതുകൊണ്ട് അവര് പറയാം വിനാശമൊക്കെ വരും, അതൊക്കെ സാധാരണമല്ലേ, വിനാശമൊക്കെ വരും. നിങ്ങൾ ആഹാരം കഴിക്കൂ, നിങ്ങൾ കുടിക്കൂ, നിങ്ങൾ ഇഷ്ടം പോലെ ഖാവോ പിയോ മജാക്കരയോ എന്ന് പറയുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിയാണ് അവരൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ജീവിക്കാൻ പാടില്ല. ठीक है, कल से आना बंद कर दो उनकी लोक लाज सुन करके, और एक पैंट पहन करके, बाल खोलो करके, हाथ में सिगरेट लेकर के गली में घूमते रहो, शराब की बोतल लेकर के। क्या कहेंगे, अरे कोई पूजा पाठ करो, कुछ भक्ति करो, ये क्या है मस्ती कर रहे हैं। ये कर रहे थे तब भी बोल रहे थे, अब वो भी कर रहे तो भी बोल रहे हैं। इसीलिए कहते हैं सुनो सबकी, करो श्रीमत की। അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീമത്ത് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അവരിവരും പറയുന്നൊന്ന് നിങ്ങൾ കേട്ട് പോകരുത്. നിങ്ങൾ നാളെ തൊട്ട് ഇങ്ങോട്ട് വരാതെ നിങ്ങൾ ആ ഈ ഗലിയിൽ ഒരു സിഗരറ്റ് വലിച്ചോണ്ട് വെറുതെ ഈ മദ്യവും കഴിച്ചോണ്ട് ഒന്ന് നടന്നു നോക്കിക്കേ. അപ്പൊ അവര് പറയും, അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്, പൂജാപാഠമെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൂടെ, ഭക്തി ചെയ്തുകൂടെ നിങ്ങൾ. അപ്പൊ നമ്മൾ അത് ചെയ്യുന്നു അവർക്ക് ഇഷ്ടം. അവരതുകൊണ്ട് അങ്ങനെ പറയും, നിങ്ങളൊരു ശ്രീമത്തെ മാത്രം ഫോളോ ചെയ്യൂ, എങ്കിൽ മാത്രമേ ഉന്നതി ഉണ്ടാകൂ. इसलिए सीता कमजोर क्यों बनी? क्योंकि सीता ने रेखा का उल्लंघन किया, बाहर गई, इसलिए रावण उसको उठा कर लेके गया। इसी तरह आज हमारे जीवन में प्रॉब्लम, दुख क्यों आता है? क्योंकि हमें बाबा ने जो श्रीमत मर्यादा दी है उसका हम उल्लंघन करते हैं, अपना मन मत मिक्स करते हैं। अगर किसी के घर का खाना नहीं खाएंगे, बेचारा नाराज हो जाएगा, और उसको तो राजी किया, लेकिन भगवान, इसलिए ऐसा कोई कर्म ना करो जो श्रीमत का उल्लंघन हो जाए। ശ്രീമത്തിനെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല എന്ന് പറയണേ. എങ്ങനെയാണ് സീത ആ വരയ്ക്ക് അപ്പുറം പോയത് കൊണ്ടാണ് രാവണൻ പിടിച്ചോണ്ട് പോയത്. അതായത് ശ്രീമത്തിനെ ലംഘിച്ചു, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഒരു കാരണവശാലും പാടില്ല. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയാം, നിങ്ങൾ ആഹാരം കഴിക്കില്ലേ നമ്മുടെ ഇവിടുത്തെ, അപ്പൊ ആഹാരം കഴിച്ചു, അപ്പൊ എന്നാ പോട്ടെ, അവർക്ക് ദേഷ്യം വരണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആഹാരം കഴിച്ചെന്നിരിക്കും. അവരെ ഇഷ്ടപ്പെടുത്തി ബാബയെ വെറുപ്പിച്ചു എന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവിടെ ഇവിടെയും പോയിട്ടുള്ള അങ്ങനെയുള്ള ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല, ശ്രീമത്ത് അനുസരിച്ച് മാത്രം ജീവിക്കും. और निश्चय बुद्धि वो है जो श्रीमत प्रमाण चलते हैं। अगर श्रीमत प्रमाण नहीं चलते तो आप संशय बुद्धि है, आपके अंदर अभी भी बाबा के ऊपर जो निश्चय है वो नहीं है.
നിശ്ചയബുദ്ധി എന്ന് ബാബ പറയാറുണ്ട്. നിശ്ചയബുദ്ധി ആരാണോ ശ്രീമത്തനുസരിച്ച് പോകുന്നത്. ശ്രീമത്തനുസരിച്ച് പോയില്ലെങ്കിൽ ബാബ അവരെ സംശയബുദ്ധി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നിശ്ചയബുദ്ധി വിജയിക്കും, സംശയബുദ്ധി നമുക്ക് വിനാശം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നിശ്ചയബുദ്ധിയായിട്ട്, ഏതൊരു കാര്യത്തിലും നിശ്ചയബുദ്ധിയായിട്ട് ബാബയുടെ മേൽ ഉറപ്പ് വേണം. अगर मनमत परमत प्रमाण चलते तो आप कच्चे हैं और कच्चे जाते त्रेतायुग में, और जो श्रीमत मर्यादा प्रमाण चलते वो पक्के हैं, पक्के जाते सतयुग में. വേറൊരു ഭാഷ പറയണ കച്ച പക്ക എന്ന് പറയണ. കച്ച ആണെങ്കിൽ അവർ ത്രേതായുഗത്തിലേ വരത്തുള്ളൂ, പക്ക ആണെങ്കിൽ അവര് സത്യുഗത്തിൽ വരും. इसलिए जो भी बाबा ने हमें मुरली के द्वारा श्रीमत दिए हैं उसके अंदर मनमत मिक्स नहीं करना, ना लोकलास करनी है. और जितना श्रीमत प्रमाण चलेंगे हमारे अंदर शक्ति आती जाएगी. जन्म जन्मांतर जो पाप के वो कम होता जाएगा, संस्कार परिवर्तन होते जाएंगे, हम कर्मातीत बनेंगे, बाप समान बन जाएंगे. അതുകൊണ്ട് ശ്രീമത്ത് അനുസരിച്ച് നടന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് ഭായി പറയാണ്. അതനുസരിച്ച് കർമാതീതമാകുകയുള്ളൂ. പിന്നെ ജന്മജന്മാന്തരത്തെ പാപമില്ലാതാക്കാൻ ശ്രീമത്ത് അനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവരിങ്ങനെ പറയുന്നു, ലോകരാജ് നമ്മൾ മറക്കാൻ പറയുകയാണ്. അവരിങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, അതെല്ലാം മറന്നിട്ട് ശ്രീമത്ത് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകണം. അത് മാത്രമേ നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകൂ. छठी बात है, अगर मुझे कर्मातीत बनना है, बाप समान बनना है, मेरे जीवन में जो भी प्रॉब्लम आएगी, समस्या आएंगी, विघन आएंगे, उसी समय मुझे मन बुद्धि को डिस्टर्ब नहीं करना है. मुझे उन बातों को सहन करना है. जितना सहन करेंगे उतना आप कर्मातीत बनेंगे, बाप समान बनेंगे. വിഘ്നങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. ആ പ്രശ്നങ്ങളിലൊക്കെ മേലെ നമ്മളതെല്ലാം സഹിക്കേണ്ടി വരും. ചില സമയത്ത് നമ്മൾ സഹിക്കേണ്ടി വരും. അതൊക്കെ സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കർമാതീതമാകാൻ സാധിക്കുകയുള്ളൂ, ബാപ്പ് സമാനാകാൻ തീരാൻ സാധിക്കുകയുള്ളൂ. क्योंकि जो व्यक्ति सहन करता है उन बातों के समय उसके संकल्प विकल्प नहीं चलेंगे, उसका मन चुप रहेगा. क्योंकि जिसके संकल्प ज्यादा चलते हैं उसका टाइम वेस्ट हो जाता है, ऊर्जा वेस्ट हो जाते हैं, पवित्रता की ऊर्जा भी समाप्त हो जाती है. इसलिए हमें उन बातों के समय मन को डिस्टर्ब नहीं करना, मन को चुप रखना है. മനസ്സിനെ സഹിക്കുക അർത്ഥം മനസ്സിനെ ഉള്ളിൽ ഒതുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും വരില്ല. അപ്പൊ അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വിഘ്നങ്ങളെ അപ്പൊ ഇല്ലാതെയാക്കും, സമസ്യകളെ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കും. അതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾക്ക് സഹനശക്തിയുടെ ആവശ്യമുണ്ട്, സഹിക്കണം. आज ब्रह्मा बाबा ने कितना सहन किया, दादियों ने भी सहन किया, इतना ही नहीं शिव बाबा ने भी कितना सहन किया. तो जो बाबा सहन किया इसलिए बाबा निराकारी अवस्था में है. अगर बाबा भी ये सोचता तो बाबा इतना मास्टर सर्वशक्तिवान ना बनता. इसलिए हमें सहन शक्ति को बढ़ाना है. सहन शक्ति से हम निराकारी बनेंगे, अशरीरी बनेंगे, विधेयी बनेंगे, कर्मातीत बनेंगे. ബ്രഹ്മ ബാബ ദാദിമാരൊക്കെ കുറേ സഹിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ സഹിച്ച് അവർ മുന്നോട്ട് പോയത് കൊണ്ടാണ് അവർ ഉയർന്ന പദവി എടുത്തത്. അതുകൊണ്ട് നമ്മൾ സഹിക്കുകയാണെങ്കിൽ സഹനശക്തിയിലൂടെ നമുക്ക് നിരാകാരിയാകാം, അശരീരിയാകാം, നിർവിഘ്നമാകാം, കർമാതീതമാകാം. आज कईयों को सहन इसीलिए नहीं होता, कईयों को लगता मुझे और कुछ नहीं. जिस बच्चों को मैंने पढ़ाया लिखाया, छोटे से बड़ा किया, और जब हमें पूछता नहीं तो मुझे सहन नहीं होता. संसार का नियम है, जिसका भला करेंगे वही आपका बुरा करेगा. जिस बाबा ने हमको पढ़ाया, देवी देवता बनाया, सतयुग में गए, सोने के महल में गए, बाबा को याद किया तो बाबा को लगा नहीं कैसे बच्चे. जब संगम युग में मुझे रात भर बाबा बाबा बोलते थे और अभी मैं सोने के महल में गए, मेरा स्टिकर भी नहीं लगाया. इसलिए सहन करना हमें सब कुछ. ഇവിടെ എല്ലാം സഹിക്കണമെന്ന് പറയാണ്. ഇപ്പൊ ഒരു കുട്ടിയെ വളർത്തി വലുതൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി തിരിച്ച് മറുപടി പറയുന്ന സമയത്ത് പറയും, നിന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, എന്നിട്ട് നീ ഇപ്പൊ എന്നോട് മറുപടി പറയുന്നു എന്നുള്ള രീതി പോലെ ഇവിടെ ബാബയും പറയാണ്, ഈ സമയത്ത് ബാബ എങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തുന്നത്, എങ്ങനെയാണ് ബാബ കുട്ടികളെ ഉയർത്തുന്നത്, എന്നിട്ട് നിങ്ങൾ സത്യവെച്ച് ചെന്നിട്ട് ആ സ്വർണ്ണ കൊട്ടാരത്തിന്റെ മേലെ ഒരു സ്റ്റിക്കറെങ്കിലും വെച്ചോ. ഇതെങ്ങനത്തെ കുട്ടികളാണ് ബാബ പറയാണ്, ഇങ്ങനത്തെ കുട്ടികളാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ സഹിക്കാൻ പറയാണ്. ഈ സമയത്താണ് നമുക്ക് സഹിക്കേണ്ടത്. സഹിച്ചാൽ മാത്രമേ ഉയർച്ച ഉണ്ടാവൂ. और सहन शक्ति के लिए ड्रामा की बात को याद रखना है. जो हुआ अच्छा, अपने संकल्प सहन करने से हमारे संकल्प की बचत होती है और उससे हम कर्मातीत बनते हैं. സഹനശക്തി
ആണ് നമ്മളെ കർമാതീതമാക്കുന്നതെന്ന് പറഞ്ഞാൽ. ഡ്രാമ അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഡ്രാമയിൽ പറയുന്നില്ല സംഭവിച്ചതൊക്കെ നല്ലത്, സംഭവിക്കാൻ പോകുന്ന നല്ലത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത്, ഇങ്ങനെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രാമ അനുസരിച്ച് എല്ലാം സഹിക്കേണ്ടതായിട്ട് വരുന്നു. സഹിച്ചാലേ നമുക്ക് ഉന്നതി ഉണ്ടാക്കാൻ സാധിക്കും. एक पत्थर भी छनियर हथौड़ी के गांव सहन करके देवता बनता है, मूर्ति बनता है। तो क्या हम जीवन में आने वाली समस्या और प्रॉब्लम को सहन करके देवी देवता नहीं बनेंगे? तो देवी देवता बनना है तो हमें सहना जरूरी है, और जो सहन करता युगों युगों तक उसकी महिमा होगी, पूजा होगी। ദേവി ദേവതയാണെങ്കിൽ സഹിച്ചേ പറ്റുള്ളൂ. ദേവി സഹിച്ചാൽ മാത്രമേ യുഗയുഗങ്ങളിൽ നമ്മുടെ പേര് പ്രശസ്തമാകുകയുള്ളൂ. ഏതുപോലെ ഒരു കല്ലിനെ പറ്റി പറയണം, കല്ല് കൊത്തി 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 കൊത്തിയാണ് അതിനെ ദേവതയാക്കി മാറ്റുന്നത്. അത് എത്രമാത്രം സഹിച്ചു, അതുപോലെ നമുക്കും പ്രശ്നങ്ങൾ വരും, അതിനെയൊക്കെ സഹിക്കേണ്ടതായിട്ടുണ്ട്. और लास्ट की बात है, सातवीं बात, अगर मुझे कर्मातीत बनना है, कर्मेंद्रजीत बनना है, बाप समान बनना है, अपने पुराने संस्कारों का परिवर्तन करना है, और अभी हमें दैवी संस्कार धारण करने हैं. ബാപ് സമാൻ ആകണമെങ്കിൽ, കർമാതീതമാകണമെങ്കിൽ പഴയ സംസ്കാരങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ഇവിടെ നമുക്ക് ദൈവിക സംസ്കാരങ്ങളെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് പഴയ സംസ്കാരങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് ഉപേക്ഷിച്ച് ദൈവിക സംസ്കാരങ്ങളെ उल्लेख अभी बाबा की लास्ट में जो मुरली चली है अभी 31 तारीख को नए साल के लिए, बाबा ने कहा कि बच्चे ज्वाला स्वरूप स्थिति के द्वारा अपने पुराने संस्कारों का परिवर्तन करो. അടുത്ത മുരളിയുടെ കാര്യം ബാബ പറയാണ്. ബാബയെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, തൻ്റെ ഉയർന്ന ക്രമാതീത സ്ഥിതിയുണ്ട്, പഴയ സംസ്കാരങ്ങളെ ഇല്ലാതെയാക്കൂ. 30-ാം തീയതി മുരളിയെ പറ്റിയാണ് പറയുന്നത് തോന്നുന്നു. അപ്പൊ അതിന്റെ പഴയ സംസ്കാരങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കുമെന്ന് പറയും ബാബ. क्योंकि संस्कारों के वश होने से हमारी खुशी गायब हो जाती है. संस्कारों से वश होने से की कमाई हमारी चट हो जाते हैं, समाप्त हो जाते हैं. जैसे गाड़ी स्पीड में चल रहे हैं, अचानक ब्रेक लग गया, उसकी स्पीड 0 बन जाते हैं. इसी तरह हम तीव्र पुरुषार्थ में इतना तेज दौड़ रहे हैं, कोई संस्कार के वश हो गए, हमारा स्पीड 0 बन जाता है. फिर പഴയ സംസ്കാരങ്ങൾ നമുക്ക് സന്തോഷം തരില്ല. പഴയ സംസ്കാരങ്ങളെ കളഞ്ഞാലേ നമുക്ക് സന്തോഷം ഉണ്ടാകുള്ളൂ. ഏതുപോലെ ഒരു വണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് അടിക്കുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള സമ്പാദ്യങ്ങൾ പോലും ഈ പഴയ സംസ്കാരങ്ങൾ ഇല്ലാതെയാക്കും. तो चेक करना है मेरे कौन से संस्कार अभी है. मैं अभी देवता बनने के लिए जा रहा हूं, क्या ये संस्कार देवी देवता के होंगे? इसलिए संस्कारों का परिवर्तन करना है. जैसे बाबा ने कहा, रावण को केवल मारते नहीं, उसको जलाते हैं और उसकी राख बिकारते हैं. इसी तरह केवल हमें विकारों पर जीत प्राप्त नहीं, लेकिन उसको बिल्कुल संस्कार करो, संस्कारों के भी. നമ്മൾ പറയുന്നുണ്ടാവും നമ്മുടെ വികാരങ്ങളൊക്കെ ഇല്ലാതെയായിട്ട്. അപ്പം വികാരങ്ങളെ കൊല്ലുക തന്നെയല്ല ചെയ്യേണ്ടത്, അതിനെ കത്തിച്ച് കളയേണ്ട, അതിന്റെ ചാരം പോലും ഇല്ലാതെയാക്കണം. അങ്ങനെയാണ് പറയുന്നത് രാവണന്റെ കാര്യം. അതുപോലെ നമ്മുടെ പഴയ സംസ്കാരങ്ങൾ നമ്മളെ വീഴിക്കും. അതുകൊണ്ട് നമ്മൾ പഴയ സംസ്കാരങ്ങളുടെ സംസ്കാരം ചെയ്യാൻ പറയണം, അതിനെ കത്തിച്ച് അതിന്റെ ചാമ്പല് പോലും ഇല്ലാതെയാക്കണം. महीना 2 महीना खूब मेहनत करते, लेकिन अचानक कोई संस्कार के वश हो गए, जो महीना 2 महीने में जो कमाया था वो समाप्त हो जाता है. നമ്മൾ യോഗമൊക്കെ ചെയ്ത് നല്ല ഉയർച്ച, അപ്പോഴാണ് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പഴയ സംസ്കാരം വരുന്നത്. ആ സംസ്കാരം ഈ 2 മാസം നിങ്ങൾ ചെയ്ത പുരുഷാർത്ഥമൊക്കെ ഇല്ലാതെയാ, അതിന്റെ ബലമൊക്കെ ഇല്ലാതെയാകും. जैसे राम रावण का युद्ध चलता है, राम रावण का एक सिर काटता है, फिर दूसरा काटता है, सिर तो कट जाते हैं, दोबारा जुड़ जाते हैं. അതുപോലെ രാവണനെ കൊല്ലുന്നതിനെ പറ്റി കണ്ടിട്ടില്ലേ, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു തലം ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത തല വരും, അടുത്ത തല വരും, അങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ തല അങ്ങനെ കളഞ്ഞാൽ പോരാ, അതിന്റെ വേര് തന്നെ ഇല്ലാതെയാക്കണമെന്ന് പറയാണ്. विभीषण आकर के उसके कान में सुनाता है, ये ऐसा नहीं मरेगा, उसके नाभि में तिल लगाओ, और जब नाभि में तिल लगा तो रावण मर गया. इसी तरह आज हम भी क्या करना है, रावण के गले काट रहे, कभी काम का गला काट देते, कभी क्रोध का काटते, गले तो कट जाते हैं लेकिन दोबारा जुड़ जाते हैं. क्यों? रावण के नाभि में तीर नहीं लगा. नाभि अर्थात वो कड़ा संस्कार, हमारे पुराने संस्कार, उसको परिवर्तन करो, रावण दोबारा जिंदा नहीं होगा. രാവണനെ കൊല്ലണമെങ്കിൽ തല മുറിച്ചു കളഞ്ഞാൽ മാത്രം പോരാ. അപ്പോഴാണ് വിഭീഷണൻ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, രാമനോട് പറഞ്ഞു കൊടുക്കുന്നത്, രാവണന്റെ നാഭിയിൽ അമ്പ് ചെയ്യാൻ പറയാണ്. നാഭിയിലാണ്, അതാണ് സെൻട്രൽ പോയിന്റ് എന്ന് പറയാണ്. അതാണ് ഏറ്റവും കടുത്ത സംസ്കാരം എന്ന് പറയുന്നത്. ആ കടുത്ത സംസ്കാരത്തെ ഇല്ലാതെയാക്കിയാൽ മാത്രമേ രാവണൻ ചാകുള്ളൂ. അങ്ങനെ രാവണൻ നാഭിയിൽ അമ്പ് ചെയ്ത് രാവണനെ കൊന്നു എന്ന് പറയാണ്. അതുപോലെ നമ്മൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കടുത്ത സംസ്കാരങ്ങളുണ്ടെങ്കിൽ അതിനെ ചെക്ക് ചെയ്ത് അതിനെ ഇല്ലാതെയാക്കിയാണ്.
बाबा कहते ऐसा नहीं समझना कि अंत में हम खत्म करेंगे। दिन प्रतिदिन संस्कारों के, अगर आपके अंदर विकारों के अंदर अंश है, ये अंश आपके वंश बन जाएंगे। इसलिए अंतिम समय हमें संस्कार फेल करेंगे। इसलिए हमें क्या करना है, संस्कारों का परिवर्तन करके हमें कर्मातीत बनना है, बाप समान बनना है। അപ്പൊ നാളെ ഭാവിയിലാക്കിക്കോളാം, അവസാന സമയം ആക്കിക്കോളാം ബാബ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ വായി പറയാണ്, നമ്മുടെ ഏതെങ്കിലും സംസ്കാരത്തിന്റെ അംശം ഇരിക്കുകയാണെങ്കിൽ അത് വംശമായി തീരും. നാളെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതിന് കർമാതീതമാകണമെങ്കിൽ നമ്മൾ സംസ്കാരത്തിന്റെ വംശത്തെ ഇല്ലാതെയാക്കണം, എന്നാലേ നമുക്ക് കർമാതീതമാകാം. सत्युग में वही आते हैं जो 5 विकार रूपी नाग के ऊपर डांस करते हैं, और बीच बीच में डसने वाले नाग डसता है, कोई सांप अगर डसता है, विकार डसते हैं, सत्युग में नहीं जाएंगे, त्रेता में जाएंगे, क्योंकि त्रेता में जाने वाले युद्ध करने वाले हैं। तो आप युद्ध योद्धे नहीं बनो, लेकिन संस्कारों का परिवर्तन करो. അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ സമയത്ത് സംസ്കാരങ്ങളുടെ പരിവർത്തനം ചെയ്യണം. പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്കാരങ്ങൾ, ആ പഴയ സംസ്കാരങ്ങളൊക്കെ ഏതിൻ്റെയൊക്കെ വശത്തിൽപ്പെട്ട് വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ത്രേതായുഗത്തിലേ വരത്തുള്ളൂ, സത്യത്തിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഈ 5 തലയുള്ള നാഗത്തിന്റെ മേൽ ഡാൻസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നാഗം നമ്മളെയല്ല കൺട്രോൾ ചെയ്യേണ്ടത്, നമ്മൾ ആ സംസ്കാരങ്ങളെ ഇല്ലാതെയാക്കാൻ. അങ്ങനെ സംസ്കാരങ്ങളെ ഇല്ലാതെയാക്കിയാൽ മാത്രമേ നമുക്ക് ലാസ്റ്റില് പരിവർത്തനം ചെയ്യുക തന്നെ വേണം. जैसे कोई भी बच्चा अगर कोई सब्जेक्ट में फेल हो गया, उसको तो फेल ही मानेंगे ना। इसी तरह आप कोई भी संस्कार में बार बार फेल होते हैं, इसका मतलब आप फेल ही कहेंगे। इसलिए अब हमें ये पुरुषार्थ करना है, कर्मातीत बनने के लिए संस्कारों का परिवर्तन करना है, पुराने संस्कार के वश बार बार नहीं होना है. പഴയ സംസ്കാരത്തിന്റെ പുറകെ വീണ്ടും വീണ്ടും പോകാൻ പാടില്ല. പഴയ സംസ്കാരങ്ങളെയൊക്കെ പരിവർത്തനം ചെയ്യുക തന്നെ വേണം. എങ്ങനെ ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ആ കുട്ടി ഒരു സബ്ജക്ട് തോറ്റു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ സബ്ജക്ട് തോറ്റിക്കണം, അതിന് തോറ്റുപോയില്ലേ പറയണം. അതുപോലെ നമ്മൾ ഓരോ സംസ്കാരത്തെ ഓരോന്നും ചെക്ക് ചെയ്ത് എല്ലാ പഴയ സംസ്കാരങ്ങളെയും ഇല്ലാതെയാക്കണം. तो ये 7 बातें अगर का पुरुषार्थ करेंगे, आप कर्मातीत बन सकेंगे, बाप समान बन सकेंगे, और जीवन की समस्याओं का समाधान कर सकेंगे. ഈ 7 കാര്യങ്ങൾ എല്ലാവരും എഴുതിയിട്ടോ, പോയിന്റ്സ് എങ്കിലും എഴുതിയിട്ടോ. 7 കാര്യങ്ങളുടെ മേൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കർമാതീതമാക്കാൻ സാധിക്കും, ബാപ്പ് സമാനാകാൻ സാധിക്കും. അപ്പൊ ഈ 7 പോയിന്റ്സിന്റെ മേൽ വളരെ ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. पहली बात बताई, कर्मातीत बनना है. ആദ്യത്തെ എഴുതിക്കോളുക, എഴുതാത്തവര്. उसके लिए आत्माभिमानी का पाठ पक्का करना है, ആത്മാഭിമാനി പാട്ട് പക്കാക്കണം. दूसरा बताया विशेष याद की यात्रा विधि पूर्वक करनी है. ഓർമ്മയുടെ യാത്ര വിധിപൂർവം. तीसरा बताया अगर कर्मातीत बनना है, उसके लिए हमें स्वराज्य अधिकारी इंद्रियों का दरबार लगाना है. സ്വരാജ്യ അധികാരിയാകണം, ഇന്ദ്രിയങ്ങളുടെ ദർബാർ നടത്തണം. चौथी बात बताई पर चिंतन से बच करके रहना है. 4ാമത്തെ കാര്യം പറഞ്ഞാൽ പരചന്ദ്രനത്തിൽ നിന്ന് മുക്തമായിരിക്കണം. पांचवी बताई श्रीमत का पालन करना है. അടുത്തത് ശ്രീമത്തിനെ പാലിക്കണം. और छठी बताई सहनशील बनना है. 6ാമത്തെ കാര്യം പറഞ്ഞത് സഹനശീലരാകണം. और सातवीं बताई अपने संस्कारों का परिवर्तन करना है. अगर 7 बातों का पुरुषार्थ करेंगे, ये इससे आपकी सोन्नति होगी, इससे आप बाप समान बनेंगे, कर्मातीत बनेंगे. ओम शांति. 7ാമത്തെ കാര്യം പറഞ്ഞത് സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യണം. അപ്പൊ ഈ 7 കാര്യങ്ങളുടെ മേൽ ശ്രദ്ധ വെച്ച് അത് നമ്മൾ അതനുസരിച്ച്